ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളെ കുഞ്ഞോൾ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. കുഞ്ഞോച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ബാക്കിലെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് കാറിൽ ഡിക്കിയിലാണ് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് ഒന്നുകൂടി കാണാം. അപ്പോൾ നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനർ കാറിലാത്താണ് ഇതൊക്കെ സെറ്റാക്കാൻ പോകുന്നത്. കേക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കാനല്ലേ. ഇത് വെക്കണം. ഇതിന് അതിൻ്റെ മേലെ തൂക്കിടാനുള്ളതാണ്. ഇപ്പം നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ട് കാറിൽ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. നോക്കാം. അപ്പോൾ മെല്ലെ അടിക്കാം കേട്ടോ. ഇനി നമ്മളെ കൂട്ടത്തിൽ ഒരാളോട് കൂടാണ്ട് കുഞ്ഞോനുണ്ട്. കുഞ്ഞോനും ചേച്ചിയും കൂടി വീട്ടിലാണുള്ളത്. മെയിനാള് നമ്മൾ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാനുണ്ട്, ഇപ്പുറത്തേക്ക്. എന്നിട്ട് നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് ചേച്ചിനെ അനിയനെയും കൂട്ടണം, അത് കുഞ്ഞോനെയും കൂട്ടണം. നമ്മളെ മെയിൻ ബ്ലോഗിൻ്റെ ആൾ കുഞ്ഞോനാണ്. അപ്പോൾ ഓനെയും കൂട്ടണം. ഓൻ കൂട്ടിയാലേ വ്ളോഗ് റെഡി ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും അറിയാൻ എടുത്തൊക്കെ പരിചയമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. ഇനിയിപ്പോൾ എല്ലാവരും കാറിൽ കയറി ബൈക്കിൽ കയറുകയാണ്. കാറിനകത്ത് നമുക്ക് ഇതിലാണ് നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ റെഡി ആക്കിച്ച് കാണില്ലല്ലോ ഒന്നും. ഡിക്കിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വാവണ്ണൊക്കെ കയറിയുണ്ട്. ബൈങ്കിളി സാധനമൊക്കെ അങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട്, നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. എന്താ വെച്ചാൽ ചേച്ചിക്ക് അറിഞ്ഞൂടാ, ഈ സർപ്രൈസ് ആണ്. അപ്പോൾ ഇന്നല്ലേ പറഞ്ഞാൽ നാളെയാണ്. അപ്പോൾ സമയം ആകുന്നേ 12 മണിക്കാണ് നമ്മൾ കേക്ക് മുറിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ 12 മണി അതിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേ കേക്ക് മുറിക്കൂ. അപ്പോൾ സർപ്രൈസ് ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സർപ്രൈസ് ആവേണ്ടതാണ്. എന്തായാലും നമുക്ക് ആ കുഞ്ഞുച്ചിനെ കേക്ക് മുറിക്കാം. ഓക്കെ, അല്ലേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചേച്ചിൻ്റെ അടുത്ത് പോവാണ്. വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന് കുഞ്ഞുച്ചിനെ അച്ഛമ്മയൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ അങ്ങോട്ടേ പോവാണ്. രണ്ടാമൻ്റെതാണ് റൂമിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിൽ കാറിൻ്റെ ഡിക്കിയിലെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വീട്ടിലേ വന്നാണ് ചേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചി ഇപ്പോൾ വരും. ചെറിയൊരു കച്ചറൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഇപ്പോൾ. കച്ചറല്ല, വരും കച്ചറ എല്ലാവരോടും. അപ്പോൾ ഞങ്ങൾ വേറെ വഴിക്ക് പോയി, ഒരു വേറെ വഴിക്ക് പോയി. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, ചായ കുടിക്കാൻ പോവുകയാണ്. കുഞ്ഞോളി ഹായ് പറയും. ഇതാ നമ്മളെ കലിപ്പ് കുഞ്ഞോൾ കലിപ്പ്. നിന്റെ സ്വന്തം ചേച്ചിയാണ്. കുഞ്ഞോള് മുന്നിൽ പോയി, മുൻസീറ്റ് പോയി. സൈഡ് കൊണ്ടാ ഇത് സംഭവം വേറൊന്നല്ല. ഞങ്ങൾ നേരത്തെ അമ്മേനൊക്കെ ഇറക്കാൻ പോയപ്പോ കുഞ്ഞോനെ ചേച്ചിനെ കൂട്ടിയില്ല. അപ്പൊ അതിനുള്ള ഇതാണ്. ഇത് 7 സീറ്റർ ആണ്. 4 സീറ്റർ അല്ലേ? 4 ആൾ നമ്മ സൈഡിലിരിക്കാലോ. ഞങ്ങൾ ബേക്കറി ഇരിക്കും.
വേക്ക് കയറ്റൂല എന്നൊരു ഐഡിയ ഉണ്ട്. വണ്ടി ഇവിടെ നടങ്ങൂല. നമ്മളെ കയറ്റിയില്ല, വണ്ടി ഇവിടെ നടങ്ങൂല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. ഇങ്ങനെ ഇതിന്റെ മോൾ ഇങ്ങനെ നിൽക്കും. എടുക്കാനൊക്കെ എടുത്തോളൂ. കുഞ്ഞോനെ എനക്ക് നടക്കൂല എന്നോട് കേട്ടിക്കോ. എനക്ക് നടക്കൂല. ഫൈനലി അതേ നടക്കുള്ളൂ. സാധാ പാൽ ചായ, 2 സാധാ ചായ, 4 ചായ, 4 നോർമൽ ചായ, കട്ടൻ കാപ്പി ഇല്ലേട്ടോ? കട്ടൻ വന്നു. അടുത്ത ഇനിയിപ്പോ പാൽ ചായ വരാണ്ട്. നിനക്ക് അടുത്ത പാൽ ചായ വന്നേ. ഒരേ ചായ. വന്നേ. ലൈറ്റ് പോയി. ലൈറ്റും കേട്ടി. ആ ലൈറ്റ് ചായ. നമ്മളെ ഈ ഒരു വ്ലോഗ് എഡിറ്റിങ്ങിലാണ്. എന്തോ ഇത് വേ എഡിറ്റ് ചെയ്ത് തീർക്ക്. എടാ നന്ദു ആണ് എഡിറ്റർ. ാണ് മറ്റേത് കഴിയോ. കുഞ്ഞോജി സർപ്രൈസ് ആവോ? കുഞ്ഞോജി സർപ്രൈസ് ആവോ? പോയോക്കാം. ആ മറ്റേ ഉള്ളതാ. ഒപ്പം പോയാൽ കറക്റ്റ് മിന്നൂസിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് 12 മണിയാവും. ആവൂലേ? ആവും. ആക്കണം. ബാക്കിയൊക്കെ സെറ്റാണ്. ബാക്കിൽ. ഓക്കെ. ഇതൊക്കെ ഇടണോ? ഞങ്ങൾ കുളം കൊണ്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ ഡോക്ടറെ കാണിക്കാം. നീ തുറന്നിട്ടേ പോ. ആ വണ്ടി ആയിട്ട് കയറി. നീ തുറക്ക്. വേഗം തുറക്ക്. മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. 28 വയസ്സായി. ഓള അതിന്റെ ഇടയ്ക്ക് ഛർദിച്ചില്ലേ? ഹാപ്പി ബർത്ത്ഡേ. കവർ പിടിച്ചോ. അതുകൊണ്ട് പെട്ടെന്നല്ല ആയിക്കോട്ടെ. കേക്ക് കാണിച്ചു. കേക്ക് മുറുക്കാണ്. കുഞ്ചുവിന്റെ കത്തി നമ്മൾ എടുക്കാണ്. മതിയടാ. അങ്ങനെ മുറിച്ചോ. നിങ്ങൾ മുറിച്ചോ. അതാരാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്താണ് എന്താണ് പറഞ്ഞ? എന്തായാലും പറഞ്ഞെന്നൊരു പറഞ്ഞ.
അതിന്റെ അടിയൊക്കെ കഴിഞ്ഞു നേരത്തെ. ആ ഓനുണ്ട് കുഞ്ഞനും കൂട്ടിയില്ല. ഇല്ല ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലേ വ്ളോഗിൽ പറഞ്ഞില്ലേ അതന്നെ ഇവരെ മൂന്നാളെ കൂട്ടിയില്ല. അതിന്റെ ഇവരുണ്ടായോട് വില കൂട്ടിയില്ല, ഞങ്ങളെ കൂട്ടില്ല. ഞങ്ങൾ കുഞ്ഞോളി വണ്ടി എടുത്ത് പോയി. അപ്പൊ ഞങ്ങൾ എന്താക്കി, ഇപ്പം പറഞ്ഞ് വണ്ടി എടുത്ത് കുഞ്ഞോളി വില വേക്കരി. അപ്പൊ ഞാൻ എന്താക്കി ഇങ്ങോട്ട് എടുത്ത് വണ്ടി വീട്ടിലേക്ക് എടുത്ത്. ഇല്ലല്ല അത് കറക്റ്റാ നമ്മൾ സാധനം താട്ടോ അത്. എന്താണ് സർപ്രൈസ് എങ്ങനെ ഉണ്ടായിനി? ഛർദിച്ച കേസ് വിട്ടി. ഇതെങ്ങനെയുണ്ട് സർപ്രൈസ് എങ്ങനെയുണ്ട് പറഞ്ഞ? കുഴപ്പമില്ല. ഓക്കെ 20. ഇനി നമ്മള് കേക്ക് മുറിക്കുകയാണ്. നമ്മളെന്താ സ്കൂൾ തന്നെ നമ്മളൊക്കെ പഠിച്ച തന്നെ സ്കൂൾ തന്നെയാണിത് നമ്മളെ. ഇനി നമ്മളൊരു ഫോട്ടോ എടുത്താട്ടെ. ഓക്കെ ഫോട്ടോ എടുത്തിട്ട് കാണാം. ഓക്കെ കുറച്ചൊന്നും ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ബാക്കി കേക്ക് കൂടി മുറിച്ചല്ലേ നമ്മൾ. ബാക്കി നമ്മൾ കേക്ക് ഇപ്പം കഴിക്കാൻ പോവാ. അപ്പൊ നോക്കിയതാ ഞങ്ങളെ പറഞ്ഞാൽ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയൊരു പ്രശ്നം പറ്റി. സർപ്രൈസ് നമുക്ക് വിചാരിച്ചപ്പോഴൊക്കെ നടന്നിരിക്കും, കുഴപ്പമില്ലാണ്ട്. എങ്ങനെയുണ്ട് സാധനം? കലയുള്ള എങ്ങനെയുണ്ട്? ഇത് കണ്ടില്ല, ഇപ്പഴാ കണ്ടത്. തലയുള്ള സാധനം ഇതോടെ കേക്ക് മുറി തുടങ്ങി. ഞങ്ങൾ കഴിച്ചില്ലേനു. ഇത് എടുത്തുക. കേക്കാനുണ്ട്. ഓക്കെ അടുത്ത നമ്മൾ ഇരിക്കാം. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കേക്ക് മീശമേലൊക്കെ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കേക്ക് എങ്ങനെ ഉണ്ടായി റിവ്യൂ പറഞ്ഞിട്ട് ഇനി ഇവിടുന്ന് പോവുള്ളൂ. മനസ്സിലായോ? റിവ്യൂ അറിയാണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല, വീഡിയോ മാറ്റൂല. ഓക്കെ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകാനൊന്നും വിടണ്ടേ? അതും അടിപൊളി, ഇതും അടിപൊളി, എല്ലാം അടിപൊളി. അപ്പോ നമുക്ക് ബാക്കി ഇതൊന്നും തീർത്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് കാണാം. സർപ്രൈസ് നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റുണ്ട്. ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. നമ്മളെ കാണിച്ചു കൊടുത്തേ. അത് നമുക്ക് നമ്മളെ പഠിച്ച സ്കൂളാട്ടോ. ഈറ്റ കൂടി പഠിച്ച സ്കൂളല്ല, പോയ സ്കൂള്. ഓ
കുഴപ്പം ഇപ്പം വരും. ഒരു കുടുംബത്തിൽ ഒന്ന് മാത്രല്ല എല്ലാവരും പോലെ ടിഷ്യൂ എടുത്ത് മോളെ ടിഷ്യൂ എടുത്ത് തരുമോ? അടുത്തന്നെ സർപ്രൈസ് അങ്ങനെ വിജയിച്ചിരിക്കുന്നു. ഇത് കെട്ടിയില്ല അപ്പൊ നമ്മളെ സ്വന്തം കുഞ്ഞോളിയാണ്. കുഞ്ഞോളിയിലെ പിറന്നാളെ നമ്മള് ശരിയാക്കിയിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സർപ്രൈസ് വീഡിയോ. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. എന്തെങ്കിലും എപ്പോഴേലും ഒക്കെ വൈൻഡപ്പ് ആവും നേരം എന്തായാലും വ്ളോഗ് ഇങ്ങനെ കണ്ടിന്യൂസ് കൊണ്ടുപോകും. എപ്പോഴാണോ പുറക്ക് പോകാന്ന് വിചാരിക്കുന്നത് അപ്പൊ നമ്മള് ചിലപ്പോ ഇപ്പം തന്നെ നമ്മള് ഔട്ട്ഡോർ പറഞ്ഞപ്പോ തീർക്കും. ഓക്കെ, കല്യാണം കഴിച്ചു പോയി എന്നിട്ട് ഒരു ഇത് വെച്ചില്ലേനൊന്നോ അല്ല. ഇതാണ് ഞങ്ങളെ അപ്പളേ നമ്മൾ ഇതിൽ തന്നെ വൈൻഡപ്പ് ചെയ്താണ്. അപ്പോ എല്ലാവരും ഉണ്ടല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ കുഞ്ഞേച്ചിന്റെ സർപ്രൈസ് വീഡിയോ, അതായത് ബർത്ത്ഡേ വീഡിയോ നമ്മൾ വിജയകുമാരി വിജയിച്ചിരിക്കുന്നു. സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയിക്കല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വേറൊരു കുഴപ്പം ഉണ്ടായില്ല. കറക്റ്റ് 12 മണിക്ക് വേറെ കാറിന്റെ അപ്പുറത്ത് ഛർദിച്ച്, അത്രേ ഉള്ളൂ. വേറൊരു കുഴപ്പമില്ല. ആരും പേടിക്കണ്ട, ഭക്ഷണം കഴിച്ചേണ്ട. നല്ല ഫുഡ് കഴിച്ചിട്ട് നല്ലോണം മന്തി അടിച്ചു കയറ്റിക്ക്. വേറെ ഒന്നുകൊണ്ടല്ല, മന്തിയും പൂളക്കറി ഒരുമിച്ചാണ്. ബാക്കി എല്ലാവരും സെപ്പറേറ്റ് കഴിക്കല്. ഇതൊക്കെ സെയിം ആണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് എന്താണ് അപ്പൊ എല്ലാവരും നമുക്ക് അപ്പോളേ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മള് റെഗുലർ ആയിട്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ സെറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു. ഹാപ്പി അല്ലല്ലോ? അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ടാറ്റോടി ഞാൻ അപ്പുറത്ത് ചോദിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ ബൈ, സീ യു, ലവ് യു.